ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റിയുമായിട്ടുള്ള ഒരു ബേക്കറി ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ? ആട്ടയോ മൈദയോ ഒന്നുമല്ല ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അത് നിങ്ങൾ വീഡിയോ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്കറിയും. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു വെറും 2 ഇൻഗ്രീഡിയൻസ്, 2 3 അത്രയും മതി ഇൻഗ്രീഡിയൻസ്, വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഒരു പാത്രം എടുക്കുക, അതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. പൊടിച്ച പഞ്ചസാര എടുത്താൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ പൊടിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ചേർത്തെടുത്തതാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പഞ്ചസാരേൻ്റെ പേരിൽ ഒന്ന് പൊടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവം റെഡിയാക്കാം. ഇതിലോട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് കലക്കിയിട്ട് ഈ പഞ്ചസാര പൂർണ്ണമായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതാ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലോ ഇല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയും മതി കേട്ടോ, കൂടിപ്പോകരുത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഉപ്പും ഈ ഓയിലെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര നല്ലവണ്ണം അരിഞ്ഞ് കിട്ടും. പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് ബാർലിപ്പൊടിയാണ്. ഇപ്പോൾ മൈദയോ ഗോതമ്പോ ഒന്നുമല്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, ബാർലിയുടെ പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ബാർലി ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടി എടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ബാർലി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തിയാണ്. പോരാത്തതിന് നമുക്ക് എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആക്കുന്ന ഒരു പൗഡറും കൂടിയാണ് ഈ ബാർലി എന്ന് പറയുന്നത്. കഴിച്ചാൽ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ബാർലിപ്പൊടി 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിലെല്ലാം കിട്ടും. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, അത് ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇത്ര മതി, കൂടുതലാവണ്ട. ഇത് നമുക്ക് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വീണ്ടും 1 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നനഞ്ഞ് കിട്ടണം, വെള്ളം കൂടിപ്പോകരുത്. നോക്കിയിട്ട് വേണം ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയാണ് വീണ്ടും കിട്ടുന്നതെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ ശരിയായി കിട്ടും. അപ്പോൾ ചിലപ്പോൾ പൊടിക്ക് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വന്നിരിക്കും. നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ മൂടി വെച്ച് കൊടുത്താൽ മതി. ഞാനങ്ങനെ വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഇത്രയ്ക്കൊരു ബോളാക്കി മാറ്റാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോളാക്കിയിട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിലൊന്ന് പരത്തിയെടുക്കണം. ഒന്ന് നേരിയതായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നാൽ അധികം നേരിയതാവണ്ട. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതേപോലത്തെ ഉണ്ടെങ്കിൽ ഇതെടുക്കുക. ഡിസൈനിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഡിസൈൻ ആക്കി കൊടുത്താലും മതി. ഇതന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതിന് പകരം നിങ്ങൾക്ക് പുതിയ ചീർപ്പ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടും ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് വെക്കാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് കട്ടാക്കി എടുക്കണം. നമുക്കൊരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതേപോലെ കട്ടാക്കി എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടോ. പണ്ട് കാലത്ത് ബേക്കറിയിലൊക്കെ കിട്ടുന്ന ബാർലി ബിസ്ക്കറ്റാണിത്. ഇപ്പോൾ എവിടെയും കാണാനൊന്നുമില്ല. നല്ല ടേസ്റ്റായിരുന്നു അന്നേരം ഇത് കഴിക്കാനായിട്ട്. അതേപോലെ 4 സൈഡിലും ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ഡിസൈന്? ഞാനിപ്പോൾ ഒരു സൈഡ് ആക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡും ആക്കാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെക്കാം. ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ഇത് വെക്കുന്നുള്ളത്. പിന്നെ പോരാത്തതിന് അതൊന്നും ഇല്ലെങ്കിൽ സ്റ്റവ് ടോപ്പിലും വെക്കാം. നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിന് മുകളിലോട്ട് ഇങ്ങനെ ഒരു അടിയിലൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താലും റെഡിയാവുന്നതാണ്. ഇപ്പം ഞാനിത് എയർ ഫ്രയറിൽ വെച്ചിട്ട് കാണിച്ചു തരാം.
പിന്നെ ഈ സൈഡിലോട്ടൊക്കെ ഞാനൊന്ന് ഡിസൈനാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒന്നിങ്ങനെ മുറിക്കുമ്പോൾ ഡിസൈനായി കിട്ടും. ഇങ്ങനെ നാക്കണം നിർബന്ധമില്ല, കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. നമുക്കൊരു അതേ ബേക്കറിയിലുള്ള സ്റ്റൈലിൽ തന്നെ നമുക്ക് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു വശത്ത് മാത്രമേ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ, ഇപ്പുറമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ബേക്കാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വളരെ എളുപ്പത്തിലും നല്ല ഹെൽത്തിയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.